വാനിലെ പറവകൾ പുലരുന്നു, നന്നായി വയലിലെ താമര വളരുന്നു. വാനിലെ പറവകൾ പുലരുന്നു, നന്നായി വയലിലെ താമര വളരുന്നു. വാനവനായകൻ നമുക്കേതും നൽകാതെ മറന്നിടുമോ? മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ. എല്ലാവർക്കും ഒന്ന് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവരും കരങ്ങൾ അടിച്ചുകൊണ്ട് ഈ പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാം. മനമേ ചഞ്ചലമെന്തിനായി നാളെയെ നനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നും കലങ്ങേണ്ട. നാളെയെ നനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നും കലങ്ങേണ്ട. കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാം. മനമേ ചഞ്ചലമെന്തിനായി കൈവിടുകില്ലിനി ഒരു നാളും എന്ന് വാക്കു പറഞ്ഞവൻ മാറിടുമോ? കൈവിടുകില്ലിനി ഒരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ? വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമാം. മനമേ ചഞ്ചലം കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാം. മനമേ ചഞ്ചലമെന്തിനാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഉച്ചയായ കഴിഞ്ഞ സമയമാണ്. എല്ലാവരും മയക്കം പിടിക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. ഒരേ ടോണിൽ ഇങ്ങനെ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നാൽ ഞാനായാലും ഉറങ്ങിപ്പോകും. സ്തോത്രം. അതുകൊണ്ട് മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ നമുക്ക് കർത്തനുണ്ടല്ലോ. വാനവും ഭൂമി പോയാലും നിന്റെ മേലുള്ളതായ വാഗ്ദത്തം അത് മാറുകയില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായ കർത്താവാണ്. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ സമയം ഇങ്ങനെ ഈ 12 മണിക്കൂർ സ്വതന്ത്ര മണിക്കൂർ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതായ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ എന്നെ ക്ഷണിച്ച പ്രിയ ജോസ് സൗരിക്കും പ്രിയ സാജു കെ ജോസിനും പ്രത്യേകമായ സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. ഞാനും നമ്മുടെ സാജു ഞങ്ങൾ ഒന്നിച്ചാണ് ഇപ്പോൾ MDiv പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട്. ഞങ്ങൾ രണ്ടുപേരും BTH എടുത്തു. സ്തോത്രം. ഇപ്പോൾ MDiv ഞങ്ങൾ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അവിടെ ഉപവാസ പ്രാർത്ഥനയാണ്. ഇന്ന് എനിക്ക് മെസ്സേജ് അവർ പറയാൻ പറഞ്ഞിരിക്കുന്ന ദിവസമായിരുന്നു. പക്ഷേ മുന്നമേ ഇവിടെ വിവരം പറഞ്ഞതുകൊണ്ട് ഞാൻ വരാമെന്ന് ഏറ്റു. അതുകൊണ്ട് അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ പെങ്ങളുടെ വീട്ടിൽ, ഇവിടെ അങ്ങാടിയിൽ തന്നെയാണ് എൻ്റെ പെങ്ങളുടെ വീട്, തങ്കമണി. അവളുടെ വീട്ടു പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. ഏട്ടാ എന്തായാലും വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ അവിടെ പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ എത്താമെന്ന് പറഞ്ഞു. ഇന്ന് ഇവിടെ എത്താൻ കർത്താവ് സഹായിച്ചു. എൻ്റെ വീട് ഇവിടെ MGD സ്കൂളിൻ്റെ തൊട്ടപ്പുറത്താണ്. പത്രോസ് കുഞ്ഞാറം എന്ന് പറഞ്ഞ അവരുടെ 3ാമത്തെ മകനാണ്. എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ട്, 2 അനുജന്മാരുണ്ട്. 1990 ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അവിടെ വേർപെട്ട ഒരു പെന്തക്കോസ്ത് ഹോളിൽ ആരാധനയ്ക്ക് കടന്നു പോവുകയും പ്രാരംഭ സമയങ്ങളിൽ തന്നെ എനിക്ക് വിളി ഉണ്ടായിരുന്നു. ഞാനത് മനസ്സിലാക്കിയില്ല. പലപ്പോഴും ഞാൻ അതിന് ഒഴിച്ച് മാറിക്കളഞ്ഞു. എന്നാൽ ഒരു വല്ലാത്ത രോഗത്തിൻ്റെ അവസ്ഥ എൻ്റെ ഭാര്യയ്ക്ക് വരികയും ആ രോഗത്തിന് വേണ്ടി അവളെ കൊണ്ടുപോടാത്ത ഇടമില്ല. പലയിടങ്ങളിലും പോയി. അവസാനം ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ സമയത്ത് ഒരു അപ്പോസ്തോലിക് ചർച്ചിലേക്ക് ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അവസാന മീറ്റിംഗാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പ്രവാചകി അവിടെ ഇരുന്നു കൊണ്ട് പ്രവചിക്കുന്നു. ആ പ്രവാചകി എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എനിക്കത് മനസ്സിലായി. പക്ഷെ എനിക്കാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മാറ്റിക്കളഞ്ഞു.
ഒടുവിലായിട്ട് ദൈവത്തിൻ്റെ ദാസനും വന്നിട്ട് എന്നോട് അതേ ദൂത് തന്നെ പറഞ്ഞപ്പോൾ മനസ്സിലായി എനിക്കാണെന്ന്. നിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നു, നീ സുവിശേഷ വേലയ്ക്കുള്ളവനാണ്, വേലയ്ക്ക് ഇറങ്ങണമെന്ന്. ഞാൻ കുന്നംകുളം പാറയമ്പാടത്ത് പനക്കൽ അലൂമിനിയം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവനായിരുന്നു. ആ സമയത്താണ് ദൈവവിളി കേട്ട് 1998 ദൈവവചനം പഠിക്കുവാനായിട്ട് തൃശ്ശൂർ മിസ്ബ ബൈബിൾ കോളേജിലേക്ക് കടന്നുപോയി. 3 വർഷം അവിടെ പഠിച്ചു. അതിന് ശേഷമായിട്ട് കുന്നോളം സെൻട്രൽ IPCയുടെ കീഴിൽ വർക്കുകൾ ആരംഭിച്ചു. ഞാൻ ഒരു 5 സ്ഥലത്ത് പുതിയ വേല സ്ഥലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. 4 സ്ഥലത്ത് സഭാ ശുശ്രൂഷയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചങ്ങരംകുളത്താണ് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ഇവർക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇത് PPC മിഷൻ്റെ പ്രവർത്തനമാണ് എന്നും ഇവിടെ പലവട്ടം ഞാൻ മീറ്റിങ്ങിനായിട്ട് കടന്നു വന്നിട്ടുണ്ട്, എനിക്ക് നന്നായി അറിയാം. എങ്കിലും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കുന്നു, ആത്മാക്കൾ നേടുക എന്നതായ ലക്ഷ്യത്തിൽ കർത്താവിൻ്റെ വലിയൊരു ദാസൻ ചെയ്യുന്നതായ ഈ അശ്രാന്ത പരിശ്രമം ഞാൻ അംഗീകരിക്കുന്നു. ദൈവമായ കർത്താവ് തന്നെ ധാരാളമായി എടുത്ത് ഉപയോഗിക്കുവാൻ ഇടയായിത്തീരട്ടെ. മർക്കോസിൻ്റെ എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 19-ാമത്തെ വാക്യം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ആ ദൗത്യം ഇങ്ങനെയാണ്: അവനെ വിളിപ്പിൻ. ആരെ? ഒരു ഭർത്തിമായി എന്ന് പറഞ്ഞ കുരുടൻ വഴിയറമ്പിൽ ഇരുന്നു കൊണ്ട് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വഴിയായി യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ അവൻ നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന്. മുമ്പേ നടക്കുന്നവർ പറഞ്ഞു, മിണ്ടാതി ഇരിയടാ. അവൻ ഉച്ചത്തിൽ പിന്നെയും നിലവിളിച്ചപ്പോൾ യേശു നിന്ന യേശു കൽപ്പിച്ചത് തൻ്റെ ശിഷ്യന്മാരോടാണ്, അവനെ പോയി വിളിക്കുവിൻ. അവർ ചെന്ന് ആദ്യം പറഞ്ഞ വാക്കെന്താണ്? ധൈര്യപ്പെടുവിൻ. സ്തോത്രം. ധൈര്യപ്പെടുവിൻ എന്നുള്ളതായ വാക്ക് അവൻ അറിയിച്ച് നിന്നെ യേശു വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ യേശുവിൻ്റെ അരികിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ നടന്നതായ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും. പ്രിയ ദൈവവേദലെ, തകർന്ന ജീവിതങ്ങളെ, പ്രത്യാശയില്ലാത്ത ജീവിതങ്ങളെ അവർക്ക് ധൈര്യം നൽകി കൊടുത്തുകൊണ്ട് അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്ത്യാനിയാകുന്ന നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ ധൈര്യം നൽകി തരുവാനായിട്ട് ആ സമയങ്ങളിൽ അവർക്ക് ധൈര്യമില്ല, ധൈര്യക്കുറവുണ്ടായിരുന്നു, അവിശ്വാസമുണ്ടായിരുന്നു. ആ കാലങ്ങളിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. എന്നാൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നു കഴിഞ്ഞപ്പോൾ അവർ ധൈര്യം സംഭരിച്ചുകൊണ്ട് തുറന്നതായ പ്രവൃത്തികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആരെയും ഭയപ്പെടാതെ, ആരെയും കൂട്ടാക്കാതെ, ഇനി നാമത്തിൽ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞുകൊണ്ടും അവർ വിലക്കിട്ടും അവർ ധൈര്യത്തോടെ ചെന്ന്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിനെന്നാണ് കർത്താവ് അറിയിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് നമുക്ക് പലർക്കും ഇങ്ങനെയുള്ളവരോട് ചെന്ന്, ഒറ്റയ്ക്ക് കാണുന്നവരോട് ചെന്ന് സംസാരിപ്പാൻ കഴിയാത്തതിൻ്റെ കാര്യം എന്താണ്? ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയാൽ ഇഷ്ടം പോലെ എന്ന് പറയാം. സ്തോത്രം. ബൈബിൾ നന്നായി വായിച്ചാൽ മതി. ഇത് നന്നായി വിവർത്തിച്ച് പറയാനായിട്ടൊക്കെ സാധിക്കും. പക്ഷെ നിനക്ക് ഒറ്റയ്ക്ക് ഈ ആഴ്ചയിലോ കഴിഞ്ഞ മാസത്തിലോ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ധൈര്യമില്ല, പേടിയാണ്. ധൈര്യം ഉള്ളവർക്ക് പോയിട്ട് പറയാൻ സാധിക്കുമോ? സമാധാനം ഉള്ളവർക്കല്ലേ സമാധാനം പറയാൻ പറ്റുമോ? അല്ലേ? കോപിക്കാത്ത ഒരുത്തന് മാത്രമല്ലേ കോപിക്കരുത് മകനെ എന്ന് പറയാൻ പറ്റുമോ? സ്തോത്രം. ദൈവവേദലേ, ഞാനൊന്ന് പറയട്ടെ. ഈ ശിഷ്യന്മാർ ചെന്ന് പറഞ്ഞത് ധൈര്യപ്പെടുവനെന്നാണ്. അവരൊരിക്കൽ യേശുവുമായി സ്തോത്രം ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് അവരെ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടു. യേശുവോ പ്രാർത്ഥിപ്പാൻ പോയി. കർത്താവിൻ്റെ ശുശ്രൂഷ മുഴുവനും പ്രാർത്ഥനയിലായിരുന്നു. പ്രാർത്ഥിക്കുക, ശുശ്രൂഷിക്കുക, സൗഖ്യമാക്കുക എന്ന നിലയിലായിരുന്നു. ഇവരെ പറഞ്ഞു വിട്ടു. സന്ധ്യയായി ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കടലിലൂടെ. പെട്ടെന്ന് കാറ്റും കോളും ആഞ്ഞടിപ്പാനിടയായി തീർന്നു. ആ സമയത്ത് ഇതാ 4-ാം യാമമായപ്പോൾ യേശു കർത്താവ് കടലിന്മീതെ നടന്ന് വരികയാണ് അവരിലേക്ക്. സ്തോത്രം. എന്നാൽ ഈ ശിഷ്യന്മാർക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ ആദ്യം സംഭവിച്ചത് അല്ലേ? അവർ ഭയന്നു. അതുവരെയും അവരോട് കൂടെ ഉണ്ടായിരുന്നതാ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. എന്തുകൊണ്ട്? ഭയം ഉള്ളിൽ കയറി. അത് ബോധമാകുന്നു എന്നാണ് പറഞ്ഞത്. അല്ലേ? നമ്മൾക്ക് ബൈബിൾ വായിക്കുന്ന ആളല്ലേ?
ഞാൻ പറഞ്ഞു വന്നത്, ഭയം ഉള്ളിൽ കയറിയാൽ പിന്നെ എല്ലാം ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. യേശുവിനെ പോലും, യേശുവിൻ്റെ വചനത്തെ പോലും. അതുകൊണ്ട് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അതെങ്ങനെ പുറത്താകും? തികഞ്ഞ സ്നേഹം ഉള്ളിൽ വരണം. മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അങ്ങനെ വസിക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരു അധൈര്യവും ഉണ്ടാകില്ല. ധൈര്യത്തോടു കൂടി ചെന്ന്, സ്നേഹിത, മകനെ എഴുന്നേൽക്കുക, നിന്നെ യേശു വിളിക്കുന്നു എന്ന് പറയുവാനായിട്ട് കഴിയുള്ളൂ. ഈ ശിഷ്യന്മാർ അവനെ വിളിച്ച് യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. മാർത്തയും മറിയയെ കുറിച്ച് നമുക്കറിയാം. സ്തോത്രം അല്ലേ? യേശുവിനെ ഇവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ആരായിരുന്നു? മാർത്ത അല്ലേ? അറിയാം, മാർത്തയാണ്. എന്താ ഒന്നും പറയാത്തത്? മാർത്തയാണ്. മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ കുഷ്ഠരോഗിയായ ശീമോന്റെ ഭവനത്തിൽ അവിടെ ഒരു ശുശ്രൂഷ നടന്നപ്പോൾ പരിമള തൈലം കൊണ്ട് യേശുവിനെ പൂശി എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കുഷ്ഠരോഗ വീടായിരുന്നു. ശിമിയോൻ യേശു കർത്താവിൻ്റെ മുമ്പാകെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചവനായിരുന്നു. പക്ഷേ നാട്ടിലുള്ള ഒറ്റ വ്യക്തികൾ പോലും അവളുടെ ഭവനത്തിലേക്ക് കയറുവാനില്ല. എന്നാൽ അവൾ യേശുവിനെ ക്ഷണിച്ചപ്പോൾ യേശു കർത്താവ് അവരുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ഒരു ശുശ്രൂഷ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വീട്ടിൽ പലപ്പോഴും യേശു വന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ വീട്ടിൽ ഒരു ദുഃഖം വന്നപ്പോൾ, ഒരു പ്രയാസം വന്നപ്പോൾ, ഈ തൻ്റെ ആങ്ങളുടേതായ രോഗാവസ്ഥ അറിഞ്ഞപ്പോൾ യേശുവിനെ വിളിപ്പിക്കുവാൻ വിട്ടു. യേശുവോ മനഃപൂർവ്വം കടന്നുപോയില്ല. എന്നാൽ യേശു കർത്താവ് 4 ദിവസം കടന്നു ചെന്ന് അവരെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ചുരുക്കി പറയുകയാണ് കേട്ടോ. 11-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 30-ാമത്തെ വാക്യം. സ്തോത്രം. മാർത്ത യേശുവിനെ എതിരേറ്റു. മറിയോടൊപ്പം അനേക യഹൂദന്മാർ കല്ലറയ്ക്കലെത്തി. അനേകർ വിശ്വസിക്കുവാൻ അത് മുഖാന്തരമായി തീർന്നു എന്ന് വചനത്തിൽ വായിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ കുടുംബം കാരണം അനവധി പേർ കർത്താവിൽ വിശ്വസിപ്പാൻ തക്കണം ഇടയായി തീർന്നു എന്നുള്ളതാണ്. സ്തോത്രം. എൻ്റെ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമായി ഞാനാണ് ആദ്യമായി വീട്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കടന്നു വന്നത്. എൻ്റെ വീട്ടിൽ ഭയങ്കര ബഹളമായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ MJD സ്കൂളിൽ കഞ്ഞി വെച്ചിരുന്ന ഒരു സഹോദരിയാണ്, കുഞ്ഞാറം എന്ന് പറയും. എൻ്റെ അമ്മ എല്ലാവരോടും പറയണം, എൻ്റെ മോൻ പിഴച്ചു പോയി, തെറ്റിപ്പോയി എന്ന്. എല്ലാവരും പറഞ്ഞു, ആകട്ടെ. എന്നാൽ ഒരു ടീച്ചർ പറഞ്ഞു, നിൻ്റെ മോൻ നല്ല വഴിയിലേക്കല്ലേ പോയത്, നിൻ്റെ മോൻ നല്ല വഴിയിലേക്ക് പോയതുകൊണ്ട് സന്തോഷിക്കല്ലേ വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. പിന്നെ അതേക്കുറിച്ച് അമ്മ പറയാറില്ല. എന്നാൽ സ്വന്തം അതിന് ശേഷമായിട്ട് എന്നെ അമ്മ പല വീടുകളിലേക്കും എന്നെ കൊണ്ടുപോവുകയും പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തൊക്കണം ഇടയായി തീർന്നു. ഒരുപാട് നിന്ദകളും അപമാനങ്ങളും ഏൽപ്പാൻ തൊക്കണം എനിക്കിവിടെ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ സ്തോത്രം, എൻ്റെ ഭാര്യ എനിക്കെതിരെ ശക്തമായി നിന്നൊരു വ്യക്തിയായിരുന്നു. അവൾ 3 വർഷം കഴിഞ്ഞ ശേഷമായിട്ടാണ് ഈ വിശ്വാസത്തിലേക്ക് വന്നത്. അതിനുശേഷമായി അവളുടെ ഭാര്യ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും 17 പേര് വിശ്വാസത്തിലേക്ക് വന്നു. എൻ്റെ ഈ കാല ശുശ്രൂഷയിൽ ഒരു 20ഓളം പേരെ വിശ്വാസ സ്നാനത്തിലേക്ക് നയിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. അപ്പോൾ ഞാനിത് പറയണമെങ്കിൽ ഞാൻ ചെയ്തിരിക്കണം. സ്തോത്രം. എനിക്കൊരു സമയം കിട്ടിയാൽ, ഒരു അവസരം കിട്ടിയാൽ, ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ചോദിക്കും, താങ്കൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യേശു ആരാ? യേശുവിനെ കുറിച്ച് അറിയാം. യേശുവിനെ കുറിച്ച് എന്തറിയാം? അവൻ ആരാ, എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവവേദിലെ നമ്മൾ എത്ര പേർക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വേദി കിട്ടിയാൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റും. ഒറ്റയ്ക്ക് ഒരു പാപിയോട്, ഒരു ദൈവമില്ലാത്തവനോട് കടന്നു ചെന്ന് ഒരു വാക്ക് പറഞ്ഞ് ഒരു കൂട്ടായ്മയിലേക്ക് ഒന്ന് കൈ പിടിച്ച് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വ്യക്തിയെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് അയൽവക്കത്തൊക്കെ വണ്ടി വിളിച്ച് അവർ കൊണ്ടുപോകുന്നു. എന്തു ആകട്ടെ, ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട്. സ്തോത്രം. നമ്മളൊക്കെയും ഒരു സുവിശേഷ യോഗം നടക്കുമ്പോൾ നമ്മൾ തന്നെ പോകും. പിന്നെ നമ്മുടെ അറിവുള്ള ആൾക്കാരാണ് നടന്നു വരുന്നതെങ്കിൽ നടന്നു വന്നോട്ടെന്ന് വിചാരിക്കുള്ളൂ, വണ്ടി നിർത്തുകയില്ല. അല്ലേ? അതല്ല എവിടെയും കാണുന്നത്. ദൈവമക്കളെ സ്തോത്രം. അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ അവർ ചെന്ന് ആദ്യം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ധൈര്യപ്പെടുവിൻ, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു. സ്തോത്രം. ആദ്യം തന്നെ അവന് ധൈര്യം കൊടുത്തു. അവൻ അല്ലെങ്കിലോ തന്നെ ധൈര്യപ്പെട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ വാർത്ത കേട്ട മാത്രമേ തന്നെ തൻ്റെ ഉള്ളിൽ കത്തുവാൻ തുടങ്ങി. ആരായി വരുന്നത്? യേശുവാണ്. എങ്കിൽ എനിക്കിന്ന് സൗഖ്യമുണ്ടെന്ന് താൻ ഹൃദയത്തിൽ ഉറച്ചിരിക്കുകയാണ്. ആ സമയത്ത് അവനെ തടഞ്ഞു.
എങ്കിലും ആ തടവനെ അവൻ കാര്യമാക്കാതെ അത്യുച്ചത്തിൽ നിലവിളിച്ചപ്പോഴാണ് ശിഷ്യന്മാർ വന്ന് പറയുന്നത്, എഴുന്നേൽക്കുക, ധൈര്യപ്പെടുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ തൻ്റെ പുതപ്പും വലിച്ചെറിഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ യേശു ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തണ്ടത്? അവൻ ന്യായമായ കാര്യം ചോദിച്ചു, വേറൊന്നും ചോദിച്ചില്ല. എനിക്ക് കാഴ്ച ലഭിക്കണമെന്ന് പറഞ്ഞു. അവനെ കാഴ്ച ലഭിക്കുകയും അവരുടെ യാത്രയിൽ അവരോടുകൂടെ പിന്തുടരുവാൻ തക്കണം ഇടയായിത്തീരുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് കാറ്റും കോള് വന്നപ്പോൾ യേശുവിനെ പോലും തിരിച്ചറിയത് വണ്ണം അവർ സംഭ്രമിക്കാൻ തക്കണം ഇടയായിത്തീർന്നപ്പോൾ അത് ബോധമെന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് അവരോട് പറയുന്നു, ഭയപ്പെടരുത്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭയത്തെ അകറ്റുവാൻ തക്കണം ഇടയായിത്തീർന്നു. ആ ഭയത്തിൻ്റെ അകറ്റിയ അവർക്ക് ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. സ്തോത്രം ഹല്ലേലൂയ. 2, സ്തോത്രം ഹല്ലേലൂയ. ഭൂതം പുറത്താക്കിയവരെ പകൽ സമയത്ത് ഭൂതങ്ങളെ പുറത്താക്കിയവരാണ്, അല്ലേ? ഇവർ പകൽ സമയത്ത് ഭൂതങ്ങളെ പുറത്താക്കിയവരാണ്, രോഗികളെ സൗഖ്യമാക്കിയവരാണ്. എന്നാൽ രാത്രിയായപ്പോൾ ഭയം കയറി. നീ എത്ര വലിയ ശുശ്രൂഷ ചെയ്യുന്നവനായിരുന്നാലും സ്തോത്രം, നിന്നെ ഭയം പിടികൂടിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ശുശ്രൂഷയ്ക്ക് അത് തടസ്സമാണ്. സ്തോത്രം. ഞാൻ ഒരുപാട് കാര്യം ഇതോടനുബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ തന്ന സമയത്തിനുള്ളിൽ ഞാൻ നിർത്തേണ്ടതുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതായത് ഒരു കാര്യം പറയാം, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വെള്ളം കോരുക, ഞങ്ങൾ മരത്തങ്കോട് ഞങ്ങൾക്ക് 52 സെൻറ്റ് സ്ഥലം മിച്ചഭൂമിയായിട്ട് ലഭിച്ചിരുന്നു. കുറേ നാളത് വെറുതെ ഇട്ടു. പിന്നെ അത് ജനങ്ങൾ കയ്യേറി താമസിക്കുന്നു അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 3 പേര് അങ്ങോട്ട് താമസമാക്കി. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി വെള്ളമില്ലാതെ ഞാൻ ശവക്കോട്ടയിൽ പോയിട്ടാണ് വെള്ളം കോരി കൊണ്ടുവന്നിരുന്നത്. മരത്തങ്ങോട് ഓർത്തഡോക്സിൻ്റെ ഒരു ശവക്കോട്ടയുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുണ്ട്. അങ്ങനെ രാത്രി ആരും അവിടേക്ക് പോകാറില്ല. ഞാൻ പോയിട്ട് അവിടുന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് വീട്ടിൽ നിറയ്ക്കും, രാവിലെ ജോലിക്ക് പോവും. അങ്ങനെയായിരുന്നു. ഈ വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള ഒരു പ്രത്യേകമായ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അത് ഇരിക്കുന്ന സമയത്ത് നേരത്തെ വന്ന് എനിക്ക് എഴുതി വെച്ച പ്രാർത്ഥന അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എഴുതി വെക്കാത്ത പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബാക്കിലൂടെ ഒരാൾ ഒരു മിന്നായം മറഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി. അത് തോന്നിയതാകുമെന്ന് വിചാരിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ വേറെ ഒരു ശബ്ദം കേട്ടു. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു വാക്ക് പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു ഭയത്തിൻ്റെ അവസ്ഥ എന്നിലേക്ക് വരികയും ഞാൻ ആ ഹാളിൽ നിന്ന്, അവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ വന്നപ്പോൾ അവരോട് കൂടെ വന്നു. അന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ രാത്രിയിലാണ് ഞാൻ ആത്മാഭിഷേകം പ്രാപിച്ചത്. സർവസൃഷ്ടികളുമൊന്നായി സ്തുതിക്കുന്ന കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു എന്നത് ഗാനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും മുഴങ്കാലും മേലിരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് മുഴങ്കാലും ഇരുന്നതാണ്. സ്തോത്രം. അവർ കൈകൊട്ടണ പോലെ കൈകൊട്ടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ മെല്ലെ ഒന്ന് കൈകൊട്ടി. പക്ഷേ പെട്ടെന്ന് ആത്മാവ് എന്നിലേക്ക് പ്രവേശിച്ചു. ഞാൻ ജമ്പ് ചെയ്യായിരുന്നു, മാറി 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 ജമ്പ് അവിടെ ഓടി നടക്കുകയായിരുന്നു. എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ തോലെല്ലാം പോയി. എൻ്റെ കഴുത്തിൻ്റെ ബന്ധം വിട്ടതുപോലെ അന്യഭാഷ കൊണ്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഒരു വല്ലാത്ത പ്രകാശത്തിൻ്റെ വലയത്തിലായിരുന്നു. പ്രൈസർ, ഞാനത് പറഞ്ഞു വന്നത്, എന്നെ അന്നൊരു ഭയം ഞങ്ങളെ അലട്ടി എങ്കിൽ ആ ഭയം അന്ന് ആത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ എന്നിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോയി. ഇന്ന് ഏത് സ്ഥലത്തും എനിക്ക് പോകാം, എവിടെയും എനിക്ക് പോകുവാൻ നല്ല ആത്മധൈര്യമുണ്ട്, വിശ്വാസമുണ്ട്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്, മൗത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു എന്നിലുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളതായ ഭയമില്ല. ദൈവത്തിലെ പലപ്പോഴും നീ അഭിഷേകം പ്രാപിച്ചിട്ടും പലപ്പോഴും പല ശുശ്രൂഷ ചെയ്തിട്ടും ചില കാര്യങ്ങൾ നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭയത്തിൻ്റെ ആത്മാവ് നിന്നിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്വന്തം ഭീരുത്വത്തിൻ്റെ ആത്മാവിനല്ല പ്രാപിച്ചിരിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ല വചനം. സുബോധത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനെത്ര പ്രാപിച്ചിരിക്കുന്നത്. നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവ എന്താണെന്നും നമ്മോട് കൂടെയുള്ളവൻ ആരെന്ന് നാം അറിഞ്ഞിരുന്നുവെങ്കിൽ ദൈവത്തിലെ സ്തോത്രം. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ആ കടന്നു പോകുന്നതായ യോഹന്നാനും അപ്പോസ്തലനും ആ കണ്ട മാത്രയിൽ അവരോട് ഭിക്ഷ ചോദിച്ചപ്പോൾ ഒരൊറ്റ ചോദ്യമാണ് അവനോട് ചോദിച്ചത്, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തെങ്കിലും കിട്ടുമെന്ന് ചിന്തിച്ചു നോക്കി. സ്തോത്രം. അവര് എന്താ ചെയ്തത്? അവരങ്ങനെ പറഞ്ഞത്. അല്ല, നമ്മളാണെങ്കിലോ, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കാം, പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ പറയാം, യേശുവേ ഇയാൾക്ക്
വിടുതൽ കൊടുക്കണമേ. സ്തോത്രം. ആമേൻ. വല്ല 10-50 രൂപ എടുത്ത് കൊടുത്തിട്ട് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് അല്ലേ? സ്തോത്രം. എത്ര പേർക്ക് ധൈര്യമുണ്ട് എഴുന്നേറ്റ് നടക്കാമെന്ന് പറയാൻ? ആ ധൈര്യമാണ് ദൈവസഭയ്ക്ക് അടിസ്ഥാനമായി അതെ അവർ പ്രവർത്തിപ്പാൻ തക്കണം ഇടയാത്തിരുന്നത്. ഈ ആത്മാവിൻ്റെ ശക്തിയാലാണ് ദൈവസഭ വളരുവാനായിട്ട് ഇടയാത്തിരുന്നത്. ആ ധൈര്യമാണ് ഇന്നും ദേവദാസന്മാരെ നയിക്കുന്നത്. ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എത്ര പേർക്ക് ഇത്ര ധൈര്യമുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. കണ്ണ് പൊട്ടനാണ്, അവൻ്റെ കണ്ണിനെ കാഴ്ച കൊടുക്കുമെന്ന് എങ്ങനെ അവർ വിശ്വസിച്ചു? അവർ വിശ്വസിച്ചുകൊണ്ട് അവൻ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി. ഇതുപോലെ നാം വിശ്വസിക്കുന്ന യേശു കർത്താവിന് പ്രസന്റ് ചെയ്യുവാനും അവനെ വെളിപ്പെടുത്തുവാനും നമുക്ക് കഴിയുമെങ്കിൽ അനവധി പേര് കർത്താവിലേക്ക് നയിപ്പാനായിട്ട് ഇടയാത്തീരും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 5, 6, 7, 8, 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു സമയം യഹൂദ മത തീവ്രവാദിയായിരുന്നതായ ശൗൽ ക്രൈസ്തവ സഭയെ ഒന്നടങ്കം മൂടിപ്പിച്ച് കളവാൻ ഇറങ്ങി തിരിച്ചതായ വ്യക്തി, അതിൻ്റെതായ അധികാരപത്രവുമായി നടന്നവനായ വ്യക്തി. സ്തോത്രം. യേശു കർത്താവിൻ്റെ ശിഷ്യനായി തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ ധൈര്യശാലിയായി. അവൻ അവരോട് അവിടെ സംസാരിച്ചു, അവരവനോട് തർക്കിച്ചു, വാദിച്ചു. ഒടുവിൽ അവൻ അവരുടെ വസ്ത്രം കുടഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. കണ്ടോ? ധൈര്യസമേതം നമുക്ക് ആ ഭാഗത്ത് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 5 മുതലായ വായിക്കൊന്ന് വായിച്ചേ. അവൻ വസ്ത്രം കുടഞ്ഞു. കണ്ടോ? വസ്ത്രം കുടഞ്ഞെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൽപ്പന, കർത്താവിൻ്റെ വാക്കുകൾ അവൻ കേട്ടിട്ടുണ്ട്. അവൻ സ്വയമായിട്ട് കേട്ടില്ല, അറിഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങളുടെ വാക്ക് ആരെങ്കിലും സ്വീകരിച്ചില്ലെങ്കിൽ കാലിലെ പൊടി തട്ടി പോകണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? അവൻ്റെ വസ്ത്രം കുടഞ്ഞു. എന്നിട്ട് പറഞ്ഞ വാക്ക് എന്താണ്? പറഞ്ഞോ, വായിച്ചോ. നിങ്ങളുടെ നാശത്തെ നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ. അവിടെ ചെന്നെടുത്ത കുടുംബത്തിലുള്ളവരെ മുഴുവനും സ്നാനമേറ്റു എന്നുള്ളതാണ്. അന്ന് അവരുടെ ധൈര്യം, അന്ന് അവരുടെ വിശ്വാസം, അന്ന് അവരുടെ തീഷ്ണത എങ്ങനെയുള്ളതായിരുന്നു? ആര് മുഴുവൻ സ്നാനമേറ്റു. കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് ഇടപെട്ടു, അവനോട് സംസാരിച്ചു. ആ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസേ, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, നീ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ഓടുന്നു. നിനക്ക് ധൈര്യമുണ്ടോ? നിനക്ക് വിശ്വാസമുണ്ടോ? നിനക്ക് ധൈര്യം വിശ്വാസമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വ്യാപരിക്കുന്നുവെങ്കിൽ, നീ ചെല്ലുന്നിടത്ത് വ്യക്തി ജീവിതങ്ങൾ രൂപാന്തരപ്പെടും, മാനസാന്തരപ്പെടും, കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെടുവാനായിട്ട് ഇടയാത്തീരും. അവരെ കാരാഗ്രഹത്തിലേക്ക് അയച്ചു. ഫിലിപ്പിൻ കാരാഗ്രഹത്തിൽ ഒരുപാട് കഷ്ടതകൾ, ഒരുപാട് വേദനകളെല്ലാം സഹിച്ചു. സ്തോത്രം. അവിടെ കാരാഗ്രഹ പ്രമാണി എന്ത് ചെയ്തു? കുടുംബടക്കം അന്നത്തെ ധൈര്യവും അന്നത്തെ വിശ്വാസം അന്നത്തെ പ്രവർത്തനമൊക്കെയും എങ്ങനെയുള്ളതായിരുന്നു? ആത്മാക്കൾ നേടുന്നതായിരുന്നു. മക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിങ്ങനെ എല്ലാ മീറ്റിങ്ങിന് പോവുകയും എല്ലാ ആഴ്ചയും പള്ളിയിലോ യോഗത്തിന് ആരാധനത്തിന് പോവുകയും എല്ലായിടത്തും നടന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. ആത്മാക്കളെ നേടിയില്ല എങ്കിൽ എന്താ പ്രയോജനം? സ്തോത്രം. പ്രിയ ജോയ് പാസ്റ്റർ പറഞ്ഞതായ വാക്ക് ഓർക്കുകയാണ്. ചില്ലുകൂട്ടി മത്സ്യങ്ങളിട്ട് അതിനെ വറ്റിട്ട് അതിനങ്ങോട്ടും കൊണ്ട് കൽപ്പിക്കുന്ന പോലെ ആയി തീർന്നിരിക്കുന്ന സഭ, ഉള്ളവരെ വെച്ചുകൊണ്ട് നടക്കുന്നത്. പുതിയതാരും വരുന്നില്ല. പുതിയ ആൾക്കാരോട് പറയാൻ ധൈര്യവുമില്ല. അഥവാ ധൈര്യപ്പെട്ട ആരെയും വിശ്വാസത്തിൽ കൊണ്ടുവന്നാൽ എവിടേക്ക് പോകാനെ പറയാ? ഏത് കൂട്ടായ്മയ്ക്ക് പോകാനെ പറയാ? സ്തോത്രം. അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന നല്ല കൂട്ടായ്മ, യോഗ സ്ഥലം എവിടെ നമുക്ക് പറയാൻ സാധിക്കും? ആ തരത്തിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിലെ സ്തോത്രം. അത് എന്തോ ആവട്ടെ, ആത്മാക്കളെ കർത്താവിലേക്ക് നേടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിനക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പോകാനായി 1-2 പേരെ അയക്കാനുള്ള സ്പോൺസറിങ് ചെയ്യുക. ഈ നിലയിൽ നീ ചെയ്യുന്നുവെങ്കിൽ സ്തോത്രം, കർത്താവ് നിന്നോട് കൂടെ ഇരിക്കുവാനായിട്ട് ഇടയാത്തീരും. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒടുവിലായിട്ട് ഒരൊറ്റ വാക്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 37:8. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച്. കണ്ടോ? തൻ്റെ മക്കൾക്ക് ദിനം പ്രതി തൻ്റെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും
അവർ നടക്കേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കുകയും അവൻ നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന വർദ്ധിച്ചറിയുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭർത്തിമായനെ മുന്നിലേക്ക് കൊണ്ടുവന്ന ആ ശിഷ്യന്മാരെ പോലെ ഒത്തിരി പേരെ കർത്താവിലേക്ക് ഈ നാളുകളായി കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഇവരെ സഹായിക്കുമാറാകട്ടെ. ഈ പ്രസ്ഥാനം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി അധ്വാനിക്കുന്നു. രാവുന്ന പോലെ പകരുന്ന പോലെ ഓട്ടം കൊണ്ട് ഓട്ടമാണ്. എവിടെ നോക്കിയാലും ഞാൻ അപ്പോൾ അവിടെ പോവാണ്, ഇവിടെ പോവാണ്, രാജസ്ഥാനിലേക്ക് പോവാണ്, ഓരോ സ്ഥലത്തേക്കും. നല്ല ഉറക്കമുണ്ട്. ഉറക്കം എന്ന് പറഞ്ഞാൽ ഉറങ്ങണ പണിയില്ല. ആർക്കാ സഹോദരനെ കുറിച്ച് ഞാൻ പറയുന്നത്. അത്ര ആത്മതീക്ഷതയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടതായ ആത്മീയ സപ്പോർട്ടും പ്രാർത്ഥന സപ്പോർട്ടും സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ ഏവരും സഹായിക്കുമാറാകട്ടെ. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന ദൈവദാസനോടുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ട് ഇരുന്നുകൊള്ളുന്നു.